ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ചട വെച്ചിക്കണം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇട്ടുങ്ങാണ്ട് കേട്ടോ കുഴച്ചുങ്ങാണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മസാല തേച്ച് വെച്ചിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഉള്ളി. അപ്പോൾ നമുക്ക് ചോറുക്കിടാനുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തങ്ങാണ്ട് കോരി മാറ്റാം. അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതും കോരി മാറ്റണം. അങ്ങനെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച് കോരി പിന്നെ ആ എണ്ണയ്ക്ക് തന്നെ ഞാൻ നമ്മളെ ചെമ്മീനുണ്ടല്ലോ കായം പുരട്ടി വെച്ചത് അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം പൊരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നെയ്ച്ചോറാക്കി കണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഒരടുപ്പത്ത് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിരിക്കണത്, മറ്റേ അടുപ്പത്ത് നമുക്ക് കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാം. അപ്പം സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് ഗ്രാമ്പും പട്ടി ഇലക്കി ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണത്. സവാളയൊന്നും ഇട്ട് കൊടുക്കണില്ല. ചെമ്മീൻ ഒരു ട്രിപ്പ് വയ്ക്കണം. അപ്പോൾ അതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മീൻ കൊണ്ടൊക്കെ ബിരിയാണി വെച്ച രസം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും കേട്ടോ. ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെച്ച അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും അതിൻ്റെ ഒരു ചൊയയും ഒക്കെ ഒരു എന്താ പറയുക ഒരു അടിപൊളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി. ചെമ്മീൻ പിന്നെ അതിൻ്റെ തോടും കാര്യങ്ങളൊക്കെ പോയാൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും അതിൻ്റെ കായം മാത്രം മതി ചോറുന്നാൻ. അപ്പോൾ ചെമ്മീൻ പൊരിച്ച എണ്ണയ്ക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കിലോ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 4 സവാള ഇട്ടെടുത്തത് അത് കട്ട് ചെയ്തത് അങ്ങനെ അതിട്ട് കൊടുത്ത് അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. അപ്പോൾ അതിന് നമ്മൾ അരിയൊക്കെ കേകി ഊറ്റി വെച്ചിനി അതൊക്കെ ഒന്ന് ഇട്ടെടുത്തുകൊണ്ട് അങ്ങനെ നമുക്ക് ഒറ്റ വിസിലിനെ വേവിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള തോതിലാട്ടെ ഞാൻ വെള്ളം ഒഴിച്ചെടുത്തത്. സവാളയൊക്കെ നല്ലോണം വാടി വന്നപ്പം പിന്നെ തക്കാളി ഇട്ടെടുത്തു. അപ്പോൾ ഒരു 3 തക്കാളി കട്ട് ചെയ്തത് അതും ഇട്ടെടുത്തു.
പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ക്യൂബാക്കി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായി കേട്ടോ. അതിന് 2 പീസ് അങ്ങനെ ഇട്ടെടുത്ത് ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടെടുത്തിട്ടില്ല. അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടി, ബിരിയാണി മസാല, ഇതൊക്കെയാണ് പൊടികളായിട്ട് ഇട്ടെടുത്തത്. മല്ലിപ്പൊടിയും അതേപോലെ മുളകും പൊടി ഇട്ടെടുത്തിട്ടില്ല. നമ്മൾ ഈ മസാല പുരട്ടി വെച്ചല്ലേ ചെമ്മീൻ, അപ്പോൾ അതിലൊക്കെ മുളകും പൊടി ഇട്ടെടുത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് കളർ അത്യാവശ്യത്തിന് നല്ലോണം ഉണ്ടാവും. പിന്നെ മല്ലിച്ചപ്പും പുതിനി അതും ഇട്ടെടുത്ത്. പിന്നെ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര്, തൈര്, നമ്മൾ സാധാ ബീഫ് ബിരിയാണിയും അതേപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതേമാതിരി തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ മസാലയൊക്കെ നല്ലോണം വാടി വന്നപ്പം പൊരിച്ച് വെച്ച ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ നെയ്ച്ചോറൊക്കെ നല്ല കറക്റ്റ് വേവായി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മളെ പിന്നെ ഇടയിൽ ബിരിയാണി മസാലൻ്റെ പൊടിയും അതേപോലെ നെയ്യും ഒക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ പൊരിച്ച് കോരെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ മറന്നുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ശരിക്കും നമ്മൾ ബിരിയാണി പൊട്ടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ക്രിസ്പിയിൽ നിൽക്കുക. ദമ്മിട്ടിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ അങ്ങനെ തീ കത്തിയാൽ മതി ഇട്ടോ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ സമയമായി. അപ്പം നമുക്ക് ബിരിയാണിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളിനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബിരിയാണി